ഈ കോഴ്സൊക്കെ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ വന്നിട്ട് ഭയങ്കര സ്മൂത്തായിട്ട് ഫ്രീ ആയിരുന്നു ലൈഫൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പോകെ പോകെ ഭയങ്കര തിരക്കായി പോയി. അതുകൊണ്ട് ലാസ്റ്റ് ടൈം ഒന്നും കാര്യമായിട്ടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഷാജിദ മാമിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എക്സാം എഴുതി പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നത് വരെ. പറയാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ രാവിലെ തൊട്ടിങ്ങനെ ഓരോരുത്തർ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയണം. അവർക്ക് ലൈഫിലുണ്ടായിട്ടുള്ള മെച്ചങ്ങളും കാര്യങ്ങളൊക്കെ. അതേപോലെ എനിക്കും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ തന്നെയാണ്. ഞാനൊരു ITIയിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 2-3 ബാച്ചിനൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ കുട്ടികളിപ്പം ഒന്നും കൂടെ ഓരോരോ ബാച്ച് കഴിയുമ്പോഴും കോഴ്സ് കഴിഞ്ഞതിനെ കൊണ്ടുള്ള മെച്ചം എനിക്ക് ആ കുട്ടികളുടെ അടുത്താണ് അത് കിട്ടിയിട്ടുള്ളത്. അപ്പം മുന്നേ ഒക്കെ നമ്മളിങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ശീലിച്ചിരുന്നത് ഇപ്പം തൊട്ടൊരു പിള്ളേരൊക്കെ നമ്മുടെ ചുറ്റും ഇരുന്നൊക്കെ സംസാരിക്കുന്നതും. ഇനിയിപ്പം ജനുവരിയിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. അപ്പം ഇത് കഴിഞ്ഞാൽ ഇനി ഇതേപോലെ ഒരു മിസ് വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിള്ളേർ. അപ്പോൾ അതൊക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ പോകെ പോകെ ആയിരിക്കും അതിൻ്റെ എഫക്റ്റ് കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത്.